ഏത് എന്തോന്ന് മാംഗോ ഏതടി മാംഗോ ചേട്ടന് ഉദ്ദേശം മാംഗോ ആണ് ആ മാംഗോ ഏതങ്ങോട്ട് ചേട്ടാ ഞാൻ ഇച്ചിരി നേരം കളിച്ചോട്ട് വിളിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് നിന്റെ ടീച്ചർ ലിച്ചു ചേച്ചിയെ എന്തിന് മോളൊട്ട് സ്കൂളിൽ പോകത്തുമില്ല പോയോട്ട് പഠിക്കത്തുമില്ല അത് പറയാൻ തന്നെ അതുകൊണ്ട് ഇരുന്ന് പഠിക്കും ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് ഭയങ്കര പാത്തോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കലേ ഏതറി 4+4 എത്ര എന്തോന്നറിയ എഴുതി വെച്ചേക്കണ മാംഗോയ്ക്ക് എവിടെ നിന്ന് ഈസുണ്ട് ജിഞ്ചറിന് വയ്യ എന്തിന് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വരാന്താവണ നീ മറ്റേ 4+4 ഏത് 4+4 ഒന്ന് കൂട്ടിയെങ്കിലും നോക്കടി കൈ കൊണ്ടെങ്കിലും മൂന്നാം ക്ലാസ്സില 1 2 3 4 5 6 7 8 9 8 അപ്പൊ 5+4 5+4 ദൈവമേ എന്തോടെ പഠിപ്പിക്കണോ കണ്ടിട്ട് എന്തൊരു തോന്നണ് ഞാൻ കൊറേ ദിവസമായിട്ട് വിചാരിക്കാണ് അവളൊന്ന് പഠിപ്പിച്ച് കുളിപ്പിച്ചെടുക്കണോ എന്തിനാ അമ്മായി പഠിക്കുന്നത് പഠിച്ചിട്ട് ആരാ നന്നായത് ഒറ്റ അടി വെച്ചരുവേ പഠിക്കാൻ പറയുമ്പോ ഓരോരോ ചോദ്യങ്ങള് പഠിച്ചിട്ടല്ലേ APJ അബ്ദുൽ കലാം നന്നായത് തന്നെ എത്ര ശാസ്ത്രജ്ഞന്മാര് വലിയ നിലയെത്തിയിരിക്കണം പഠിച്ചിട്ട് തന്നെ ആണാ സുനിത വില്യംസ് പഠിച്ചിട്ട് തന്നെ നന്നായത് പഠിക്കാതെ നന്നായവരുണ്ട് ആരാണാവോ പഠിക്കാതെ നന്നായത് സിയാസൻ ആരാടാ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ആര് പഠിച്ചിട്ടില്ലേ പുള്ളി ഏത് സമയം കളിയോടെ കളിയായിരുന്നു സോ അങ്ങനെ അതൊക്കെ നല്ല ഹാർഡ് വർക്ക് ആയിട്ടായിരിക്കും വലിയ നിലയിൽ എത്തിയത് അതിങ്ങനെ വെറുതെ ഇരുന്നിട്ടല്ല അല്ല നിനക്ക് ആരാവണമെന്നാണ് ആഗ്രഹം ഞാൻ തീരുമാനിച്ചിട്ടില്ല കണ്ട വിഷനില്ല ദീർഘവിഷനില്ല അതാണ് പ്രശ്നം മൈ ഞാനൊക്കെ എവളുടെ പ്രായമുള്ളപ്പോ ഒരു വിഷനുണ്ട് ഭാവിയിൽ എന്തരാവണമെന്ന് അതുകൊണ്ട് ഇതൊക്കെ ആയി അല്ല എന്തോന്നായിരുന്നു നിന്റെ വിഷൻ പടലത്ത് പോയിട്ട് എഴുത്തും കൃഷിയും ഒക്കെ അല്ലേ വേറൊന്നും അല്ലല്ലോ എന്ത് അതിനും ഒരു വിഷം വേണം മകളാടാ എനിക്ക് ഇത്ര പറയുള്ളൂ നിനക്ക് ദീർഘവീക്ഷണം ഇല്ല അത് വേണം കേട്ടാ എന്താടേ ചിരിക്കട ഇവന്റെ കാര്യം ആലോചിച്ച് ചിരിച്ചതാ നിന്റെ എന്തൊരു കാര്യം ആലോചിച്ച് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര അത് ചേച്ചിക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം എന്നാലും നിങ്ങളൊന്ന് പറ 3/8/2004 3/8/2004 ഓക്കെ മെർലിന്റെയോ 2004 ഡേറ്റാ ഡേറ്റ് എന്തൊരു 8-12 അത്രയും കണ്ട എന്തൊരു നിങ്ങൾ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാ നീ അവിടെ പ്രൊഫൈൽ ഒന്നും നോക്കാറില്ലേ പ്രൊഫൈലൊക്കെ നോക്കിയല്ലോ നല്ല ഫോട്ടോസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് ഫോട്ടോസ് ഒക്കെ കണ്ടു കാണും പക്ഷെ ബയോ നോക്കിയില്ലല്ലേ നിങ്ങൾ ചുമ്മാ കാര്യം പറഞ്ഞിട്ടുണ്ടോ കുറെ നേരമായി എടാ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര 3/8/2004 മെർലിന്റെ എത്രയാന്നറിയോ 12/2/2004 2004 പ്രശ്നം എന്തോ എടാ മണ്ട മെർലിൻ നിന്നെക്കാൾ 6 മാസം മൂത്താടാ നോക്ക് നീ എന്താ ശ്രദ്ധിക്കണ്ട കേശു ചേട്ടാ ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ അഥവാ ചേട്ടൻ മെർലിൻ ചേച്ചിയെ കല്യാണം കഴിച്ചാ എന്താ വിളിക്കും മെർലിൻ ചേച്ചി എന്ന് വിളിക്കോ അങ്ങനെ വിളിക്കോളൂ അല്ലടാ മെർലിൻ ചേച്ചി അയ്യ എന്നാലും കേശേ നീ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന പോലെ മെർലിനെ ചേച്ചി എന്ന് വിളിക്കേണ്ടി വരുവോടാ വായിച്ചോടുന്നു അങ്ങനൊന്നുമില്ല പിന്നെ ഈ പ്രായത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല സ്ഥിരം ഡയലോഗ് ചേട്ടാ എന്നെ പഠിപ്പിക്കോ എന്നെ പഠിപ്പിക്കാൻ എന്തോന്ന് മാത്സ് ഒക്കെ പോച്ചവിടുന്ന് കൊച്ചിനെ പഠിപ്പിക്കടാ പഠിപ്പിക്കില്ലടാ ഇംഗ്ലീഷ് മാത്സ് പക്ഷെ അവനെ കണ്ടപ്പോഴേ തോന്നിയടേ ഇവനെക്കാളും കുറച്ച് ഏജ് കൂടുതൽ അവക്കുണ്ടെന്ന് എനിക്ക് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി എന്താടാ ഈ ഭയമൊക്കെ ചിലപ്പോ തെറ്റായിരിക്കില്ലേ
ചിലപ്പോ തെറ്റാറൊക്കെ ഉണ്ട്. ഇപ്പൊ 6 മാസല്ലേ വ്യത്യാസം, ചിലപ്പോ 1 വയസ്സ് 2 വയസ്സൊക്കെ വ്യത്യാസം. 2 വയസ്സ് വ്യത്യാസോ? അല്ല അമ്മായി, ഇനിയിപ്പൊ ഞാൻ വല്ലതും ചേച്ചിനെ വിളിക്കേണ്ടി വരുമോ? എടിപ്പൊ ഞാൻ ചേച്ചിനെ വിളിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ടെൻഷൻ. എന്തായാലും നീ വിളിക്കേണ്ട വരും. പാവോടെ സങ്കടം മുന്നേ ടെൻഷൻ ആകുന്നത്. പാവോടെ എന്ത് കിണിച്ചോണ്ടിരിക്കണേ? പഠിക്കണല്ലേ? എന്തെന്ന് ചേച്ചിയാ എന്റെ സ്വാമി. യേശു എന്താ വരാൻ പറഞ്ഞേ? എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ കോളേജിൽ പോയില്ലേ? ഞാൻ അതല്ലല്ലോ ഞാൻ ചോദിക്കാൻ വിളിച്ചേ. ചോദിക്കേ ചോദിക്കടാ. എന്താ ചോദിക്കേ? പിന്നെ മോശമായിപ്പോടോ. ഭയങ്കര മോശമായി. കാര്യം പറയേ. എന്നാലും എന്റെ അടുത്ത് എന്തിനാന്ന് മറച്ചേ? എന്ത് മറിച്ചെന്ന്? 6 മാസം. 6 മാസോ? 6 മാസം. 6 മാസോ? ഇങ്ങനെ കാണിക്കാണ്ട് കാര്യം എന്താ വെച്ചാ പറയേ. ബ്രോ താൻ എന്നെക്കാളെ 6 മാസം മൂത്തയാണല്ലേ? അതെനിക്കറിയാലോ. തനിക്കറിയാന്നാ? ഞാൻ വിചാരിച്ചു കേശു എന്റെ പ്രൊഫൈൽ കണ്ടപ്പോ ഇതൊക്കെ മനസ്സിലായി കാണും. ഒന്നും ശ്രദ്ധിച്ചില്ലേ? ഓ അപ്പൊ താനെന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നല്ലേ? ചതിക്കേ? എന്തൊക്കെ പറയണേ? ഞാൻ എങ്ങനെ ചതിച്ചൂന്ന്? ഇവിടെ തനിക്ക് 6 മാസം താൻ എന്നെക്കാളും മൂത്തെന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയായിരുന്നു. താൻ പിന്നെന്താ എന്റെ അടുത്ത് പറയാഞ്ഞെന്താ? ഞാൻ വിചാരിച്ചു ശ്രദ്ധിച്ചാണെന്നോ. അതിനിപ്പോ എന്താ? ആണോ? അതിനിപ്പോ എന്തെന്നാ? ഒരു പ്രശ്നമില്ല അതിന്. എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പ്രശ്നം തോന്നണുണ്ട്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്. കേശു നിക്ക്. ഞാനിപ്പോ തന്നെക്കാൾ 6 മാസം മുന്നേ ജനിച്ചാണോ പ്രശ്നം? അതൊരു പ്രശ്നമല്ലേ? എനിക്കതൊരു പ്രശ്നമല്ല. തനിക്കതൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ എനിക്ക് പ്രശ്നമാ. ശരിക്കിപ്പോ എന്താ കേശുവിന്റെ പ്രശ്നം? ഞാൻ കേശുവിന് ഇഷ്ടപ്പെട്ടത് കേശുവിന്റെ ക്യാരക്ടർ ഉണ്ട് കേട്ടാ. താൻ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടെ? നമ്മള് കണ്ടിങ്ങനെ സംസാരിച്ച് അങ്ങനെ ആണല്ലോ. ഇഷ്ടപ്പെട്ട് ആണല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അതൊരു പ്രശ്ന അല്ലല്ലേ? അല്ല, എനിക്കല്ല. പിന്നെ എനിക്കല്ല. പക്ഷേ എന്നാലും തനിക്കിത് പറയായിരുന്നു കേട്ടോ എന്നോട് ആദ്യമേ. ഇതൊക്കെ ആയിരുന്നു ആദ്യം. ഒരു വീക്ക് വെച്ചാണല്ലോ. വേണ്ട, വിഷയം കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് പാരി കേസ് പൊക്കിക്കൊണ്ട് വന്നേ. അത് നമ്മുടെ ലച്ചു ചേച്ചി ഇങ്ങനെ ഫോണ് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇളക്കി വിട്ടാണല്ലേ? അയ്യോ, ഇളക്കി വിട്ടൊന്നുമല്ല. ഞാൻ തന്നെ ഇളകി വന്നതാണ്. അപ്പൊ ഒരു പ്രശ്നമില്ലല്ലേ? ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ എന്തൊരു പ്രശ്നം അല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രോബ്ലം? യേശു, ഒരു ചായ കുടിക്കാൻ പോയാലോ? അതിനിപ്പോ എന്താ ചായ കുടിക്കാൻ പോയാലോ? ഷർട്ടിന് പോക്കറ്റില്ല. പൈസ ഞാൻ കൊടുത്തോളാം. അല്ലേ? എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട. അൽഫാമ ഷവർമ എന്തിനാന്ന് വെച്ചാ കൊട്ടൊക്കെ തുടങ്ങിയില്ല. ആണെന്നേ പൂരപ്പുറമ്പാ. അതെ താനേ അല്ല നടന്നു ഹൈറ്റ് ഇല്ല, കുറഞ്ഞ സ്ഥലത്തോട്ട്. ചേട്ടാ, ഞാൻ ചേട്ടനെ നോക്കിയിരിക്കുവായിരുന്നു. എന്നെ നോക്കിക്കണ എന്തിന്? ഒരു കാര്യത്തിന്. ചേട്ടൻ എന്തിനാ വിളിച്ചേ? ഹായ് മിഠായി. മെർലിൻ ചേച്ചി മക്കൾക്ക് വേണ്ടി പ്രത്യേകം മേടിച്ചു തന്ന് വിട്ടത്. ഇനി മക്കൾ എന്തിനാണ് എന്നെ നോക്കിയിരുന്നത്? ഇതൊക്കെ കൊള്ളാല്ല. മക്കൾ വെച്ചാണോ? ഇത് മെർലിൻ ചേച്ചി, ഇത് കേശേട്ടൻ. അയ്യോ, എന്തൊരു കേശേട്ടൻ ചെറുതായി പോയല്ലോടാ. കുറച്ചുകൂടെ വലുതാക്കി വരച്ചിട്ടായിരുന്ന. മെർലിൻ ചേച്ചി വലുത്, കേശേട്ടൻ ചെറുത്. അതടി ഞാൻ പറഞ്ഞേ, കേശേട്ടനെ കുറച്ചുകൂടെ സെയിം സൈസ് വരച്ചിടായിരുന്നോന്ന്.
മെർലിൻ ചേച്ചി അല്ലേ മൂത്തത്, അതുകൊണ്ട് മെർലിൻ ചേച്ചി വലുത്, കേശുവേട്ടൻ ചെറുത്. നിന്റെ അടുത്തത് കാരടി പറയണേ മെർലിൻ വലുത് കേശു ചെറുതെന്നാ. അവളുടെ പടം നീ അങ്ങനെ ഇപ്പൊ മുട്ടായി തിന്നണ്ടാവണം. മുട്ടായി മേടിച്ചോണ്ട് നീ എനിക്കിട്ടുള്ള പണിയും വെച്ചിട്ടല്ലേ നിന്റെ അടുത്തത് കാരടി പറയണേ. ഇതൊന്നും ഉണ്ടായില്ലേ വായിക്കാത്ത. ആ പിന്നെ ഞങ്ങൾക്ക് മുട്ടായി എന്നെ എങ്ങനെ അപമാനിച്ചാൽ പോരാ. നീ ആ മുട്ടായിയോട് തരാടി ഇരുന്ന് തിന്ന് നീ സുഖമായിട്ടിരുന്ന മുട്ടായി. കുഞ്ഞാരി അനിയത്തി കാണിച്ചു വെച്ചാക്കണ കണ്ട കണ്ട. ഇതെന്താ? ഇത് മെർലിൻ ചേച്ചി, ഇത് കേശുവേട്ടൻ. നിനക്ക് ബുദ്ധിയുണ്ട് കേട്ടാ. നിങ്ങൾക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലേ? പ്ലാൻ ചെയ്ത് കൊച്ചിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തേക്കണല്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ചൊന്നുമല്ല, അത് അവളുടെ ഒബ്സർവേഷൻ അവള് ചെയ്തതാണ്. അവളുടെ ഒബ്സർവേഷൻ ഞാൻ വല്ലതും പറഞ്ഞ കൂടി നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എടാ നീ എന്തിനാണ് ഇങ്ങനെ തിളക്കണേ? ഉള്ള കാര്യമല്ലേ അവള് വരച്ചിരിക്കണേ. സത്യം പരമാർത്ഥപ്പെട്ടവള് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് മുടി വരെ കറക്റ്റ്. എന്തോരുള്ള കാര്യമൊന്ന് എന്തോന്ന്? എന്തായാലും പറഞ്ഞ നിന്നെക്കാളും മൂത്തതല്ലേ, പിന്നെന്ത് പ്രശ്നം? അതൊരു കുഴപ്പമില്ലെന്ന് വല്ലതും പറഞ്ഞല്ല. അയ്യേ 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 അയ്യേ, നീ മെർലിന്റെ അടുത്ത് പോയി ചോദിച്ചാ? ആ പോയി ചോദിച്ചു. അയ്യേ നാണക്കേട്. അതിലെന്തോ നാണക്കേട്? എനിക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ലല്ലോ. ആ പിന്നെ എന്നിട്ട് അവളെന്താ പറഞ്ഞേ? അവള് പറഞ്ഞതൊന്നും കുഴപ്പമുള്ള കേസൊന്നും അല്ല, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ ക്യാരക്ടർ കണ്ടല്ലേ. എടാ അവള് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഒരു പപ്പ കുഞ്ഞിനെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച അവള് പറഞ്ഞതാണ്. ആ നീ പിന്നല്ലാണ്ട്. എടാ നിന്നെ അനിയനെ പോലെയല്ലേടാ കാണാൻ പറ്റുള്ളൂ. ഒക്കെ അവള് മൂത്തല്ലേടാ. അവളങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. പിന്നെ അങ്ങനൊന്നുമില്ല. ആ അങ്ങനെയാണെങ്കിൽ സച്ചിനും സച്ചിന്റെ ഭാര്യയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? സച്ചിനേക്കാളും മൂത്തല്ലേ സച്ചിന്റെ ഭാര്യ. മെർലിൻ പറഞ്ഞ് പഠിപ്പിച്ചുവിട്ടാണോ? അവള് പഠിപ്പിച്ചൊന്നുമില്ല, അവള് പറഞ്ഞതാ. എന്റെ പൊന്ന് കേശു, 16 വയസ്സ് ലോക പ്രശസ്തനായ സച്ചിനെ നിന്നെ വെച്ച് കമ്പയർ ചെയ്യലടാ. ദാരിദ്ര്യം തന്നെ നീ. ഞാൻ ആ കാര്യത്തിലല്ലല്ലോ കമ്പയർ ചെയ്ത്, ഈ കാര്യത്തിലല്ലേ. ഏത് കാര്യത്തിലായാലും കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടടാ, മിനിമം സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യാനെങ്കിലും. എനിക്കെന്ത് ഇവിടെ വെക്കാൻ പാടില്ലേ? അല്ല ചുമ്മാ ചോദിച്ചതാ. നിന്റെ ചുമ്മാ ചോദ്യം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഈടായിട്ട്. ആ ചേട്ടന് തോന്നുന്നതാ. നീ ഒന്ന് പോയേ. ചേട്ടാ ചേച്ചി വിളിച്ചായിരുന്നോ? ഇല്ല ചേച്ചി വിളിച്ചില്ല. ചേച്ചി ആത്താര് അല്ലേ? ആ ചേച്ചി അല്ല, ചേട്ടന്റെ മെർലിൻ ചേച്ചി. ഒന്നും ചേച്ചിയാ ഇതിനെ ഇന്ന് ഞാൻ നോക്കിയോ. ഞാൻ ഒരു ദിവസം ഞാൻ തൂക്കി. ഹായ് ചേച്ചി. ഹായ് പാറു. ഹായ് മെർലിൻ ചേച്ചി. ചേട്ടാ ചേട്ടന്റെ ചേച്ചി വന്നു. ചേട്ടാ ചേട്ടന്റെ ചേച്ചി ചിരിച്ചോണ്ടായിരുന്നു. ചിരി കുറച്ചുകൂടെ ചിരി. എന്താ യേശു? എന്താ കേശു? തനിക്കറിയോ ഇപ്പൊ അവരൊക്കെ പറയണത് താൻ എന്റെ ചേച്ചിയാണെന്നാണ്. അതൊക്കെ ചുമ്മാ തമാശ പറയുന്നല്ലേ. ആ തമാശ പറയണതാണ് എന്റെ പ്രശ്നം. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇതിനെന്ത് പരിഹാരം കാണാനാ? എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് കേശുവിന് ശേഷം പോയി ജനിക്കാൻ പറ്റോ? ഇല്ലല്ലോ. കേശുവിന് പറ്റുമെങ്കിൽ പോയി ചെയ്തിട്ടോ. തമാശ തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിലോ? എന്ത് പരിഹാരം? ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം ഇതിനകത്തുണ്ടാ. ആ SSLC ബുക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലേ? അതൊക്കെ ഉണ്ട്. ഇതെന്തിനാ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇതും കൊണ്ട് എന്ത് ചെയ്യാനാ? നമ്മള് തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോണം. എന്തോന്ന്? ഒന്ന് തിരുത്താൻ പോണം. അയ്യേ, നിന്റെ വെളിവൊക്കെ പോയാ? വെളിവുള്ളോണ്ടാണ് പറയണത്. എടോ താൻ എന്നെക്കാളും ഒരു ദിവസം ശേഷമാണ് ജനിച്ചത് എന്ന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിലാക്കും. നടക്കൂല, പറ്റൂല. എന്ത് പറ്റാതെ? എന്റെ കേശു അതങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. പേരൊക്കെ ആണെങ്കിൽ മാറ്റാൻ പറ്റും. ഇത് ഹോസ്പിറ്റൽ റെക്കോർഡൊക്കെ ഉള്ളതല്ലേ? അതൊന്നും പറ്റൂല, മാറ്റണം. എന്നൊരു കഞ്ചി കേശു പോയി മാറ്റിക്കോ. കേശുവിന്റെ സർട്ടിഫിക്കറ്റ് പോയി മാറ്റിക്കോ. അതൊന്നും പറ്റൂല. എന്നാ ഇതൊന്നും പറ്റൂല. അപ്പൊ തനിക്ക് എന്നോട് ഇച്ചിരി
അതുപോലെ സ്നേഹമില്ലല്ലേ? പിന്നെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിട്ടല്ലേ സ്നേഹം കാണിക്കുന്നത്. ആ ഈ ഇങ്ങനത്തെ അവസരങ്ങളിൽ അങ്ങനെ സ്നേഹം കാണിക്കാം. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. മെർലിനെ ആ ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? ചുമ്മാ അകത്തേക്ക് വാ. നമുക്കേ ഇന്നേ മട്ടൻ കറി വെക്കാം. കഴിഞ്ഞ ദിവസം വെച്ച ബീഫിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. സെറ്റാക്കാം. വേറെ വേലയൊന്നും ഇല്ല. ഇല്ല, അതുകൊണ്ടല്ലേ പാറ വിളിച്ചപ്പോ ഇങ്ങ് പോന്നേ. ഇവനെന്താ പറഞ്ഞോണ്ടിരുന്നേ? ഒന്നുമില്ല, പേഴ്സണൽ മാറ്റർ. പേഴ്സണൽ മാറ്ററാ ആണോ മെർലിനെ? ഇവനെ ഈ സർട്ടിഫിക്കറ്റിലെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റണം. ആ മറ്റേ പ്രായം കൂടിയതിന്റെ പ്രശ്നം. എന്റെ മെർലിനെ ഞാൻ ഇവനെ എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കിയതാന്ന് അറിയോ? പ്രായമൊക്കെ ഒരു പ്രശ്നമാണോ യേശു? ഫോർ എക്സാമ്പിൾ, സച്ചിന്റെ ഭാര്യ സച്ചിനേക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും അവർ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയോ? മണ്ടതൊക്കെ പറ മനസ്സിലാവണ്ടേ? ഇതൊക്കെ ഞാൻ കൊറേ പറഞ്ഞതാ, ഇവന് മനസ്സിലാവുന്നില്ലെന്നേ. എങ്ങനെ മനസ്സിലാവും? പപ്പ് കുഞ്ഞല്ലേ, ഉള്ള പിള്ള. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ അവന് വേണ്ടേ? മെർലിൻ വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇല്ലെങ്കിലും നീ ഇവനെക്കാളും മൂത്തല്ലേ 6 മാസത്തിന്. പിന്നെ ചേച്ചി പറഞ്ഞൊക്കെ കേട്ട് പഠിച്ചോളാം, കേട്ടല്ലോ? എന്താ ആ അപ്പൊ പിന്നെ നിങ്ങള് സംസാരിക്കട്ടെ, ഞാൻ വരാം. ലച്ചു ചേച്ചിക്ക് ഈ കാര്യം എത്ര പോസിറ്റീവായിട്ട് എടുക്കണല്ലേ? പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടാണല്ലോ എടുക്കുന്നേ. സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറ്റുമോ ഇല്ലേ? പറ്റൂല. എന്നാ പിന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ബയോ തിരുത്താൻ പറ്റുമോ? അതും പറ്റില്ല. ഇല്ല. സർട്ടിഫിക്കറ്റ് ആയിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെന്തോ കാര്യത്തിനാ. ഞാൻ പോന്നു. ஓ பெரிய பெரிய கணக்கு தான். പഠിച്ചു കഴിഞ്ഞാ? இல்ல கூட்டிட்டே இருக்கேன். ആന്റീനെയാണോ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരുത്തിയിട്ട് പോയത്? இல்ல பார்வதான். പാറു എന്ത് ചെയ്യുന്നിട്ട്? பாருக்கு ஏதோ டவுட், அவளோட ஃப்ரெண்ட் கூப்பிட போனா. ഫ്രണ്ടിനെ കൂപ്പിട പോണം. ഏത് ഫ്രണ്ട്? ரோஹன். ആ ഇപ്പൊ ഓരോ സംശയം ഒന്നും പറഞ്ഞ് ഫ്രണ്ടിനെ ഫോൺ വിളി ഇച്ചിരി കൂടുതലാ കൊച്ചിന്. ശരിയാക്കി കൊടുക്ക. എന്നിട്ട് കൂട്ടി കഴിഞ്ഞാ? இல்ல இனி 4 கூட இருக்கு. 26 + 9. എന്താണ് എന്താണ് നിന്റെ മറ്റേ പ്രായത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്താ? അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത്. എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത്? അതൊക്കെ ചെയ്ത്. പറയടാ. പറ്റൂല. എടാ എന്താണ് അറിയാൻ വേണ്ടിയില്ല ചോദിക്കുന്നത്, പറ. അറിയില്ല. നീ ഇതോടെ പോയതാ കൊച്ചേ? എവിടെ പോയതാന്ന്? ഞാൻ പഠിക്കാൻ ഇരുത്തിയിട്ട് പോയതാണ് ഇവിടെ. ചേച്ചി ചേച്ചി ബാക്കി പഠിപ്പിക്കും. ചേച്ചി ബാക്കിയൊക്കെ പിന്നെ പഠിപ്പിക്കാം. ആദ്യം നീ റോഹന്റെ അടുത്ത് ചോദിച്ച ഡൗട്ട് എന്താ? ഇവിടെ ഞാനും കേശോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിനക്കെന്താ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാ? ഈടായിട്ട് ചിക്കുമാവയ്ക്ക് കുഞ്ഞിപ്പപ്പിയെ കോൾ ചെയ്യണ കുറച്ച് കൂടുന്നുണ്ട്. സംശയം ചോദിക്കില്ല. എന്ത് സംശയം ചോദിച്ചേ? റോഹൻ എന്നെക്കാളും മൂത്തതാ, അത് ചോദിക്കാൻ പോയതാ. കണ്ടാ എന്തുകൊണ്ടാന്ന്? ലച്ചു ചേച്ചി അമ്മായിയും പറയണ കേട്ടിട്ടാണ് ഈ പിള്ളേർ ഓരോന്ന് ഇങ്ങനെ കാണിക്കണേ. കിണി അല്ലാതെ നീ കാണിച്ചു കൂട്ടിയിട്ടൊന്നും അല്ല, ഉള്ള കോഴിത്തരം മൊത്തം കാണിച്ചിട്ട്. ഞാൻ എന്തൊരു കാണിച്ചു. എന്താടാ? എന്താ ഇവിടെ? എന്താ എന്താ എന്താ? ഒന്നുമില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ രണ്ടുകൂടെ വഴക്കിട്ടോണ്ടിരിക്കുന്നേ? ഇതിനൊക്കെയാണോ നമ്മ വഴക്കെന്ന് പറയുന്നത്? ഞങ്ങള് മറ്റേ നേരത്തെ നമ്മള് മറ്റേ പ്രായത്തിനെ കാര്യം സംസാരിച്ചില്ലേ, ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ആ അത് പോട്ടെ, നിന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെന്തായി? അത് ആ പെങ്കൊച്ചിനും പ്രായം കൂടുതലുള്ളതുകൊണ്ട് അവര് ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് അത് നിനക്കെങ്ങനെ അറിയാം? അത് നിനക്കെങ്ങനെ അറിയാം? ചേച്ചി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ബ്രേക്കപ്പ് ആയില്ലെന്ന്. ആരാ? മൈ കടയില് സാധനം മേടിക്കാൻ പോയ ആളോ മേടിച്ചിട്ട് വന്നാ പോരെ? എന്നാ മൈ ആണോ? അയ്യോ ഞാൻ അത് കണ്ടില്ലായിരുന്നു. ചുമ്മാ കള്ളം പറയല മൈ. ശരിക്കും ഒരു മിനിറ്റ് നോക്കട്ടെ. കാമിയാ അവിടെ ഇരി, പിന്നെ കാമിക്കാം. എന്താ എന്താടി കാര്യം പറ. അയ്യോ എന്താടി കാര്യം പറ. അമ്മേ ഞാൻ നേരത്തെ എന്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അവൻ സ്നേഹിക്കുന്ന പെണ്ണിന് അവനെക്കാളും പ്രായമുണ്ടല്ലോ.
പക്ഷേ അവൻ ഇത്ര വലിയ മണ്ടത്തരമൊക്കെ കാണിക്കുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. എന്തോ കാണിച്ചെന്ന് പറ, എന്നാലല്ലേ മനസ്സിലാവത്തുള്ളൂ. അമ്മമ്മേ, ഈ മണ്ടൻ എന്താ ചെയ്തേന്നറിയോ? സോഷ്യൽ മീഡിയയില് ബയോയില് പോയിട്ട് ആ പെണ്ണിനെക്കാളും മൂത്തതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ പ്രായം അങ്ങോട്ട് മാറ്റി. ഓ, ഇത്രയും വലിയ മരവാഴ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയ്യേ, അവൻ മരവാഴയല്ല, അവനൊരു മരപ്പാഴ്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ലാത്തൊരു മണ്ടനെ കൊണ്ട് ഞാൻ പോവാ. പാറു, நீங்க வா, கணக்கு படிச்சுக்கோ. ബയോ അങ്ങോട്ട് മാറ്റിയല്ലേ? ചെറുതായിട്ട്. ചെറുതായിട്ടെന്നാ? ചേട്ടാ ചേട്ടാ ചേട്ടാ, നാണം ഇല്ലടാ നിനക്ക്? നാണം. ബയോലെ ഏജ് അങ്ങോട്ട് മാറ്റിയേക്കുന്നു. എടാ കുറച്ചെങ്കിലും. ചേച്ചി നീ കേശവനെ വഴക്ക് പറയണ്ട, മെർലിൻ ചേച്ചി പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ, അങ്ങനെ വരട്ടെ. ഇത് അമ്മൂമ്മ പറഞ്ഞത് അച്ചട്ടാ. മെർലിൻ കളിക്കുന്ന വഴിയിലൂടെ കേശു പോയി തുടങ്ങി. അല്ലല്ല, ഇത് മെർലിൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തേ. ആ, ഇതാണ്. എടാ, മെർലിന് പ്രായ കൂടുതലും ബുദ്ധിയും പക്വതയൊക്കെ ഉള്ളത് കൊണ്ട് നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ കൊച്ചു ചെയ്തില്ല. പക്ഷെ നീയാ പക്വതയില്ല, പ്രായക്കുറവ്, അപ്പൊ നീ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത്. ഇതൊക്കെ മോശമല്ലേ കേശു? അയ്യേ 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 അയ്യേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.